എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LKG ക്ലാസ്സിലെ ഹാഫ് ഇയർലി എക്സാം മാത്സ് പ്രാക്ടീസ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, റൈറ്റ് ദ നമ്പർ ഫ്രം 10 to 20. അപ്പോൾ 10 തൊട്ട് 20 വരെ നമ്മളോട് എഴുതാൻ. 10 അവരെഴുതിയിട്ടുണ്ട്. 11, 12, 13, 14, 15, 16, 17, 18, 19, 20 എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമ്പറോളം എഴുതാൻ വേണ്ടിയിട്ട് വരും. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് മിസ്സിംഗ് നമ്പർ. മിസ്സിംഗ് നമ്പർ നമ്മൾ എഴുതണം. ഫസ്റ്റ് ലൈനിൽ 11, പിന്നെ മിസ്സിംഗ് ആണ് 12, പിന്നെ മിസ്സിംഗ് ആണ് 13, 14 അവിടെ തന്നിട്ടുണ്ട്, പിന്നെ മിസ്സിംഗ് ആണ് 15. ഇനി അടുത്ത ലൈൻ നോക്കാം. 7, പിന്നെ മിസ്സിംഗ് 7 കഴിഞ്ഞ് 8, 9 തന്നിട്ടുണ്ട്, 10 മിസ്സിംഗ് ആണ് 10, 11 അവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ലൈൻ നോക്കാം. 15, 16, ഇനി 2 മിസ്സിംഗ് ആണല്ലേ. അപ്പോൾ 17, 18, 19 അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ സെയിം നമ്പർ. സെയിം നമ്പർ കണ്ടുപിടിച്ച് നമുക്കതിനെ മാച്ച് ചെയ്യണം. അപ്പോൾ 20യുടെ സെയിം നമ്പർ ഇതിൽ എവിടെയാണ്? 20 ഇതിലേക്ക് മാച്ച് ചെയ്യണം. ഇനി 11 എവിടെയാ? 11 കണ്ടോ, 11 മാച്ച് ചെയ്യണം. ഇനി 9 എവിടെയാ? 9 സെയിം നമ്പർ 9. ഓക്കെ, മാച്ച് ചെയ്യണം. ഇനി 15 കണ്ടുപിടിക്കണം. ഓക്കെ, 15 ഇതുപോലെ മാച്ച് ചെയ്യണം. മാച്ച് ദ സെയിം നമ്പർ. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റൈറ്റ് ദ നമ്പർ what comes before. മുന്നിൽ വരുന്ന നമ്പർ നമ്മൾ എഴുതണം. ബിഫോർ എന്ന് പറയുമ്പോൾ മുന്നിൽ വരുന്ന നമ്പർ നമ്മൾ എഴുതണം. ഓക്കെ, എന്താണ് ഇവിടെ? 11 മുന്നിൽ വരുന്ന നമ്പർ ഏതാ? 10. 8 മുന്നിൽ വരുന്നത് 7. 18 മുന്നിൽ വരുന്നത് 17. 20 അതിന് മുന്നിൽ 19. ഓക്കെ, ഇനി 5 മുന്നിൽ വരുന്നത് 4. 13 അതിന് മുന്നിൽ 12. 15 അതിന് മുന്നിൽ 14. ഇനി 7 മുന്നിൽ 6. ഓക്കെ, ഇനി 2 അതിന് മുന്നിൽ വരുന്നത് 1. 16 അതിന് മുന്നിൽ 15. 14 അതിന് മുന്നിൽ 13. 9 അതിന് മുന്നിൽ 8. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കൗണ്ട് ആൻഡ് കളർ. കൗണ്ട് ചെയ്തിട്ട് കളർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് 15. ഇവിടെ തന്നിരിക്കുന്ന ബോൾസിൽ 15 ബോളിന് നമ്മൾ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. അപ്പോൾ നമുക്ക് എണ്ണിയിട്ട് 15 ബോൾ വരെ കളർ ചെയ്യാം. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഓക്കെ, അപ്പോൾ 15 വരെ നമ്മൾ കളർ അടിച്ചു.
ഒന്നും കൂടി നോക്കാം നമുക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, 15 ആണ് ഇവിടെ എഴുതിയേക്കണത്. 15 ബോൾസിനെ നമ്മൾ കളറടിച്ചു. അടുത്തത് 17 എന്നാണ് എഴുതിയേക്കണത് അല്ലേ. അപ്പോൾ 17 പെൻസിലിനെ നമുക്ക് കളറടിക്കാം. അടിച്ചാലോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. ഓക്കെ, ഇപ്പോൾ ഇവിടെ 17 എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ 17 കൗണ്ട് ചെയ്തിട്ട് കളർ ചെയ്തു. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. ഓക്കെ, 17 പെൻസിലിനെ കളർ ചെയ്തു. അടുത്തത് കുറച്ച് പൂവാണ്. 9 എന്നാണ് തന്നേക്കുന്നത്. 9 കൗണ്ട് ചെയ്തിട്ട് നമ്മൾ കളർ ചെയ്യണം. ഓക്കെ, 1 2 3 4 5 6 7 8 9 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പോൾ 9 വരെ കളർ ചെയ്തു. ഇതുപോലെ ചിത്രങ്ങൾ തന്നിട്ട് കൗണ്ട് ചെയ്തിട്ട് കളർ ചെയ്യാൻ വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൗണ്ട് ദ പിക്ചർ ആൻഡ് റൈറ്റ് നമ്പർ. പിക്ചർ കൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ ഇവിടെ എഴുതണം. ഓക്കെ, ആദ്യത്തെ നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5. ഇതിൽ നമ്മൾ 5 എന്ന് എഴുതണം. ഇനി അടുത്തത് 1 2 3 4 5 6 7 8 9 10 11 12 13 14. അടുത്തത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അപ്പോൾ ഇവിടെ നമുക്ക് 20 എന്ന് എഴുതാം. കണ്ടോ, ഇവിടെ നമുക്ക് 20 എന്ന് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൗണ്ട് ദ പിക്ചർ ആൻഡ് മാച്ച് വിച്ച് നമ്പർ. കൗണ്ട് ചെയ്തിട്ട് മാച്ച് ചെയ്യാൻ, നമ്പറിലേക്ക് കറക്റ്റ് നമ്പറിലേക്ക് നമ്മൾ മാച്ച് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പിക്ചർ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9. 9 എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ 9 എന്ന് എഴുതിയത് ഇപ്പുറത്തെ ഏതാണെന്ന് വെച്ചെങ്കിൽ അതിലേക്ക് മാച്ച് ചെയ്യണം. നമുക്ക് മാച്ച് ചെയ്താലോ? എവിടേക്കാ? 9. ഓക്കെ, ഇനി അടുത്തത് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. 11 എവിടെയാ? 11ലേക്ക് നമുക്ക് വരയ്ക്കാം. ഓക്കെ, അടുത്തത് 1 2 3 4 5 6 7 8. 8ലേക്ക് വരയ്ക്കാം. ഓക്കെ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുപോലുള്ള എക്സാം പ്രിപ്പറേഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.